തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം. ഏയ് ദേവി, താനത് കരയ. ഇത്ര നേരം എല്ലാവരുടെ മുമ്പിലും തല ഉയർത്തി നിന്നതല്ലേ? നിന്റെ ധൈര്യത്തില് അമ്മയും ചേച്ചിയും ഗിരീഷേട്ടനും, അവിടെ നിന്റെ വീട്ടിലെ അമ്മയും അച്ഛനും എല്ലാരും സന്തോഷിച്ചല്ലേ? എനിക്ക് അത്ഭുതമായിരുന്നു. സ്റ്റേഷനിൽ തന്റെ പെർഫോമൻസ് കണ്ട് ഞാനും അഭിനന്ദിച്ചില്ലേ? എന്നിട്ടിപ്പോ എന്ത് പറ്റി? എനിക്കറിയില്ല നന്ദു. പെട്ടെന്ന് എനിക്കെന്തോ അങ്ങ് സങ്കടം വന്നുപോയി. ഉള്ളിൽ പിടിച്ചു നിർത്തിയതെല്ലാം അങ്ങ് പൊട്ടിപ്പോയി. കൊള്ളാം. എന്നിട്ട് കരഞ്ഞു കഴിഞ്ഞോ? നന്നായി. കുറച്ചു ദിവസമായിട്ട് നീ വലിഞ്ഞു മുറുകി മുഖമായിട്ട് നിന്നേ. ഒന്നിനു പുറകെ ഒന്നായുള്ള പ്രശ്നങ്ങളുടെ പുറകെയുള്ള ഓട്ടം. ചിരി മാത്രമല്ല, കരച്ചിൽ നീ മറന്നിരുന്നു. ഇപ്പൊ കരഞ്ഞല്ലോ, ചെറിയൊരു ആശ്വാസമായി കാണും അല്ലേ? സത്യം. ഇനി ഞാൻ ചോദിച്ചോട്ടെ, സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമ്പോ പേടിയുണ്ടായിരുന്നോ? ഇല്ല നന്ദു, സത്യമായിട്ടും പേടിയില്ലായിരുന്നു. എന്റെ മനസ്സിലാരോ എനിക്ക് ധൈര്യം തരുന്ന പോലെ ഒന്നും സംഭവിക്കില്ല എന്ന്. അവിടെ സ്റ്റേഷനിലും എനിക്ക് വീട്ടിൽ നിൽക്കുന്ന പോലെയായിരുന്നു. വീട്ടില് വാശിയും ബഹളവും കാണിക്കുന്ന പോലെയായിരുന്നു ഞാൻ അവിടെയും പ്രതികരിച്ചത്. വൈകാതെ തന്നെ വീട്ടിൽ തിരിച്ചു പോവാന്നുള്ള വിശ്വാസമായിരുന്നു. എന്തുകൊണ്ടാ ആ ഉറപ്പുണ്ടായതെന്ന് അറിയില്ല. പക്ഷെ ഒന്നും പറ്റില്ല എന്നൊരു വിശ്വാസമായിരുന്നു. അത് മാത്രല്ല, സ്റ്റേഷനിൽ നിന്നപ്പോ ഞാൻ ചിന്തിച്ചത് ജയിലിൽ കഴിയുന്ന അച്ഛനെ കുറിച്ചാ. അച്ഛന്റെ അവസ്ഥയായിട്ട് നോക്കുമ്പോ ഇത് നിസ്സാരമാണല്ലോ എന്ന് സമാധാനിച്ചു. പിന്നെ നന്ദു എന്നെ ശ്രദ്ധിച്ച് പുറത്ത് നിൽക്കുന്നല്ലോ എന്നുള്ള സന്തോഷം. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു നോർമൽ അവസ്ഥയായിരുന്നു എനിക്ക്. സമ്മതിച്ചിരിക്കുന്നു തന്നെ. സ്റ്റേഷനിലിരിക്കുമ്പോ ഞാൻ കുറെ തീരുമാനങ്ങൾ എടുത്തു. ആ CIയുടെ ചില രീതികളാ ആ തീരുമാനത്തിലെത്തിച്ച്. അതായത് ഇനി എന്ത് വില കൊടുത്താലും ശരി, ഒട്ടും പേടിക്കാതെ തന്നെ മുന്നോട്ട് പോവാ. അമ്മയും നന്ദു എന്ത് തീരുമാനിച്ചാലും ആ തീരുമാനത്തിനൊപ്പം ധൈര്യത്തോടെ നിന്ന് അവസാനം വരെ പൊരുതുക. ജപ്തി ഒഴിവാക്കൽ, അച്ഛനെ ജയിലിൽ നിന്ന് ഇറക്കൽ, അങ്ങനെ വെല്ലുവിളികൾ മുന്നിൽ ഒരുപാടുണ്ട്. അതില് ധൈര്യത്തോടെ തന്നെ നിൽക്കുക. എന്റെ മനസ്സിൽ എവിടെയെങ്കിലും കുറച്ച് പേടിയുണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ഇപ്പോഴത്തെ ഈ സംഭവത്തോടെ മാറി. ഇപ്പൊ നല്ല ധൈര്യം എനിക്ക്. മേഡം, സ്കൂൾ കലോത്സവത്തിന് സംഘാടക സമിതി ഇന്ന് വൈകിട്ടാണ് കൂടുന്നത്. നേരത്തെ അപ്പോയിന്റ്മെന്റ് കൊടുത്തതാ. അവരിപ്പോഴും വിളിച്ചിരുന്നു. വേണ്ട അഷ്റഫ്, ഇന്നിനി മീറ്റിംഗ് ഒന്നും വേണ്ട. ഞാൻ വീട്ടിൽ പോവാം. ശരി മേഡം. ആ മേഡം, ആ കുട്ടി തനൂജ ഇതുവരെ പോയിട്ടില്ല. ഇപ്പോഴും വെയിറ്റ് ചെയ്യണോ? അതെ മേഡം, എത്ര നേരമായാലും കണ്ടിട്ടേ പോകുന്നാ പറയുന്നത്. ഞാനത് മേഡത്തോട് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഞാൻ കരുതി എന്തായാലും കുറച്ചു കഴിഞ്ഞ് പോയി കാണൂന്ന്. മേഡം ടെൻഷൻ ആവണ്ട, ഇറക്കി വിടാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യാം. അത് വേണ്ട, ആ കുട്ടിയോട് വരാൻ പറയൂ. അല്ല മേഡം, മേഡത്തിന് ബുദ്ധിമുട്ടാണെങ്കിൽ. ഇല്ല, വന്നോട്ടെ. ശരി മേഡം. ചെന്നോളൂ. പക്ഷെ പെട്ടെന്ന് കാര്യം പറഞ്ഞു പൊക്കോണം. ഇന്ന് തിരക്കുള്ള ദിവസമാണ്.
മേ കമൻ മാം? വാ മോളെ. എനിക്കറിയാം ഒരുപാട് തിരക്കുകൾക്കിടയിൽ ഞാൻ ബുദ്ധിമുട്ടിക്കുകയാണെന്ന്. മാഡത്തിനെ കണ്ടിട്ടേ തിരിച്ചു പോവുള്ളെന്ന് ഉറപ്പിച്ചിട്ടാ ഞാൻ വന്നത്. അതുകൊണ്ടാ ഞാൻ കാത്തിരുന്നത്. അത് സാരമില്ല. ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ലേ? അയ്യോ, അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, മാഡം എന്നെ സൂക്ഷിച്ചു നോക്കുന്നു, ആദ്യമായിട്ട് കാണുന്ന പോലെ. ഏ ഒന്നുമില്ല. ഞാൻ ഇരുന്നോട്ടെ? ആ, വന്നിരിക്കും മോളെ. ഞാൻ മുമ്പൊരു അപേക്ഷ തന്നിരുന്നു, എന്റെ അമ്മയെ കണ്ടുപിടിക്കണമെന്നും പറഞ്ഞിട്ട്. അതിന്റെ തീരുമാനം എന്തായി? ആ അപേക്ഷ ചവറ്റുകുട്ടയിൽ കളഞ്ഞു കാണും അല്ലേ മാഡം? മാഡം, മോള് വിഷമിക്കാതെ, എല്ലാം ശരിയാവും. ഇല്ല, എല്ലാം ശരിയാക്കേണ്ട ആളാണ് മാഡം. പക്ഷേ മാഡം തന്നെയാണ് എല്ലാം ഇല്ലാണ്ടാക്കുന്നതും. അതെന്താ മോളെ അങ്ങനെ പറയുന്നേ? എന്നെ കൊല്ലാൻ ആളെ അയച്ച ദേവികയെ കേസൊന്നും എടുക്കാതെ രക്ഷിച്ചത് മാഡം അല്ലേ? അന്ന് ഞാൻ മാഡത്തെ കാണാൻ വരുമ്പോ, അപേക്ഷ തരുമ്പോ, എന്തോ എന്റെ അമ്മയുടെ സ്ഥാനത്താ ഞാൻ മാഡത്തെ കണ്ടത്. അന്ന് മാഡം എന്നെ മോളേന്ന് വിളിച്ചു. ഒരു മകളെന്നുള്ള പരിഗണന എനിക്ക് തരും പോലെ തോന്നി. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഒക്കെ വെറുതെ ആയിരുന്നു. മാഡം ശത്രുക്കൾക്ക് വേണ്ടിയാ നിൽക്കുന്നത്. മോളെ, ഞാനൊന്ന് പറയട്ടെ. സത്യത്തില് ദേവിക കുറ്റമൊന്നും ചെയ്തിട്ടില്ല. ഒക്കെ മോളുടെ തെറ്റിദ്ധാരണയാ. ആ കുട്ടിയുടെ ഭാഗത്ത് വീഴ്ചയൊന്നുമില്ല. മോളെ ആക്രമിക്കാൻ വന്നവരും ദേവികയുമായി ബന്ധമൊന്നുമില്ല. ഇത് കഷ്ടമാണ്. അധികാരം ഉണ്ടെന്ന് കരുതി ദുഷ്ടത ചെയ്യുന്ന ആരെയും രക്ഷിക്കാമെന്ന് കരുതരുത്. ഞാനൊന്ന് പറയട്ടെ. എനിക്കറിയാം, ഒരു മന്ത്രിയോട് സംസാരിക്കേണ്ട രീതിയിലല്ല ഞാൻ സംസാരിക്കുന്നതെന്ന്. കുറച്ച് സ്വാതന്ത്ര്യം എടുത്തിട്ടാണ്. മാഡം എനിക്കെതിരെ എന്ത് നടപടി എടുത്താലും സാരമില്ല. പക്ഷെ പറയേണ്ടത് പറയുക തന്നെ ചെയ്യും. മാഡം ഈ കാണിച്ചത് തീരെ ശരിയായ രീതിയല്ല. മാഡം ആ സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് വേണ്ടി നിൽക്കുക. എനിക്ക് വേണ്ടി ചോദിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയാ. പാവം ബലരാമൻ സാർ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് വേണ്ടി നിന്നേനെ. അത്രയ്ക്ക് നല്ല മനുഷ്യനായിരുന്നു. എന്നോട് സ്നേഹം കാണിച്ച വ്യക്തിയായിരുന്നു. അന്ന് മാഡത്തെ കാണാൻ വന്നപ്പോ മാഡം എന്നോട് കരുണ കാണിക്കുമെന്ന് കരുതി. പക്ഷെ എനിക്ക് തെറ്റിപ്പോയി. മാഡത്തെ ആ പ്രഭാവതിയും ദേവികയും ഒക്കെ സ്വാധീനിച്ചിരിക്കുന്നു. മോളെ, ഒരു മന്ത്രിയായിട്ടല്ല, അമ്മയുടെ സ്ഥാനത്ത് നിന്ന് തന്നെ പറയുന്നു. മോളെ ദ്രോഹിക്കുന്ന ഒരു നടപടിയും എന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അല്ല, എനിക്കറിയാം. രാഷ്ട്രീയക്കാർക്ക് ഏത് രീതിയിലും മാറാനും അവസരത്തിനൊത്ത് പ്രവർത്തിക്കാനും അറിയാം. വരൂ. എംപിയുടെ മകളുടെ റിസപ്ഷൻ 8 മണിക്കാണ്. ഓ, ഇന്ന് ഞാൻ പോകുന്നില്ല. മോൾക്ക് കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട. ഒരു ജ്യൂസ് കൊണ്ടുവരാൻ പറയാം. എനിക്ക് വേണ്ട മാഡം. വേണം, ഒരു ജ്യൂസ് കൊണ്ടുവരാൻ പറയാം. എനിക്ക് വേണ്ടി മാഡം കാണിക്കുന്ന സ്നേഹമൊക്കെ എന്റെ കണ്ണിൽ പൊടിയിടാനാണെന്നറിയാം. എന്നെ സ്വാധീനിച്ച ആ ദേവികയും പ്രഭാവതിയും രക്ഷിക്കുക. എന്റെ അച്ഛൻ സിദ്ധാർത്ഥനെ ബാധ്യതകളിൽ നിന്ന് മാറ്റുക, അല്ലേ? മോളുടെ അച്ഛൻ എന്താ? സിദ്ധാർത്ഥനല്ലേ എന്റെ അച്ഛൻ? പ്രഭാവതി അത്രമാത്രം സ്വാധീനിച്ചു, അല്ലേ? മോളെ, നീ മനസ്സിലാക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ല, മാഡമാണ് എന്നെ മനസ്സിലാക്കാത്തത്. സത്യമായി മോളെ ഞാൻ മനസ്സിലാക്കുന്നു. ഒരു അമ്മയായിട്ട് തന്നെ ഞാൻ മോളോട് സംസാരിക്കുന്നത്. വേണ്ട, മാഡത്തെ ഒരു മന്ത്രിയായി കണ്ട് സംസാരിക്കാൻ എനിക്കിഷ്ടം. കാരണം അമ്മ എന്ന വാക്കിനെ ഞാനിപ്പോ വല്ലാണ്ട് വെറുക്കുന്നു.
എന്നെ പ്രസവിച്ച ആ സ്ത്രീയാണ് ഞാൻ ഈ ലോകത്തിലിപ്പോ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത്. നൊന്ത് പ്രസവിച്ച എന്നെ വലിച്ചെറിഞ്ഞിരിക്കുന്നു. കൊല്ലാൻ പാടില്ലായിരുന്നു എന്നെ. എനിക്ക് ഇതൊന്നും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നല്ലോ. അമ്മ എന്താ ആലോചിക്കുന്നെ? അല്ല, തനൂജ സ്വന്തം മോളാണെന്ന് മേരി തോമസ് അറിഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും നഷ്ടപ്പെട്ടു പോയ മകളെ തിരിച്ചു കിട്ടിയ ഒരു അമ്മയുടെ വിഷമം അതെത്രയാവോന്ന് ചിന്തിക്കുകയായിരുന്നു. നേരാ, ഞാനും അത് ഓർത്തു. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയില് മന്ത്രിക്ക് മകളെ അറിഞ്ഞുകൊണ്ട് അടുത്ത് നിർത്താൻ കഴിയുമോ? എന്നാലും നൊന്ത് പ്രസവിച്ച മകളെ ലാളിക്കാനും സ്നേഹിക്കാനും ആ അമ്മ കൊതിക്കില്ലേ? ആ, അതൊക്കെ അവരുടെ കാര്യം. അവരായിട്ട് തന്നെ തീരുമാനിക്കട്ടെ. ആ, ഞാനൊന്ന് പുറത്തു പോവാ അമ്മേ. എങ്ങോട്ട് പോവാ മോളെ? തേവക്കാട് വരെ പോവാ. എനിക്ക് ചന്ദ്രമതി ആന്റി ഒന്ന് കാണണം. ആജീവനാന്തം ജയിലിലടയ്ക്കാൻ വേണ്ടി അറസ്റ്റ് ചെയ്യിപ്പിച്ചതല്ലേ? പുറത്തു വന്നൊന്ന് അറിയിക്കണമല്ലോ. തനൂജ എല്ലാം നേരിൽ കണ്ടു എന്നല്ലേ പറഞ്ഞത്? അത് തന്നെയാണല്ലോ ഏറ്റവും നല്ല മറുപടി. ഇനി അതൊക്കെ വിട്ടേക്കും മോളെ. ഇല്ലമ്മേ, മുഖത്തോട് മുഖം നോക്കി എനിക്ക് അവരോടൊന്ന് സംസാരിക്കണം. ഇനിയും എന്തെങ്കിലും കുതന്ത്രങ്ങൾ മനസ്സിൽ ആലോചിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറാനും തോന്നിപ്പിക്കും നേരിട്ട് കാണുമ്പോ. തോറ്റുപോയ ദേഷ്യത്തിന് മോളോട് എന്തെങ്കിലും കടുങ്കൈ ചെയ്താലോ? ഇല്ലമ്മേ, തോറ്റതിന്റെ ദേഷ്യത്തിലായിരിക്കില്ല, തോറ്റതിന്റെ ക്ഷീണത്തിലായിരിക്കും അവരിപ്പോ. ഒന്ന് കണ്ടേക്കാം അമ്മേ. ചില കാര്യങ്ങളൊന്ന് ചോദിക്കണം, പലതിനും മറുപടിയും കൊടുക്കണം. പോയിട്ട് വരാമേ. മാഡം, വരൂ. വയ്ക്കൂ. മോള് ജ്യൂസ് കുടിക്കേ. വേണ്ട. എന്നോടുള്ള ദേഷ്യം കൊണ്ടാണോ? അതെ, ഞാൻ മറച്ചു വെക്കുന്നില്ല. പക്ഷേ മാഡത്തോട് എനിക്ക് ദേഷ്യമാണെങ്കിലും ഉള്ളിൽ എവിടെയോ സ്നേഹം തോന്നുന്നു. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു സ്നേഹം ഉണ്ടെങ്കിൽ മോൾ ആ ജ്യൂസ് കുടിക്കേ. എന്താ എന്റെ അതിശയിച്ച് നോക്കുന്നേ? ഞാൻ പോലീസിനെ വെട്ടിച്ചെത്തിയതല്ല, വിട്ടയച്ചിട്ട് വന്നതാ. ഞാൻ ആന്റിയോടൊന്ന് പറഞ്ഞിരുന്നു, സത്യത്തെ അധികകാലം പൂട്ടിയിടാൻ പറ്റില്ല. ആന്റി എന്ത് വിചാരിച്ചു? പണവും സ്വാധീനവും എപ്പോഴും അങ്ങ് ഫലിക്കുന്നോ? ഇല്ല ആന്റി, അതിനൊക്കെ താൽക്കാലിക ജയമേ ഉള്ളൂ. ഇപ്പോ ചില കാര്യങ്ങളിലൊക്കെ ആന്റി ജയിക്കുന്നില്ലേ, അതുപോലെ. പിന്നെ ഞാനൊന്ന് പറഞ്ഞിരുന്നു, ബലരാമനങ്ങളും തനൂജയും അച്ഛനും മകളുമാണെന്ന്. മറ്റാരും അറിയാതെ
അതിവിടെ പരിഹരിക്കാമെന്ന്. അന്ന് ആന്റി എന്നെ തല്ലി ആട്ടിയിറക്കി. ഇന്നിപ്പോ ലോകം മുഴുവനും അറിഞ്ഞു. കുറ്റക്കാരി ആന്റി തന്നെയാ. ഒരു തെറ്റും ചെയ്യാത്ത ചന്ദ്രോത്തുകാര് തോറ്റുപോയിട്ടില്ലെന്നൊന്ന് പറയാൻ വേണ്ടി വന്നതാ. ഇനിയെങ്കിലും സത്യം എന്താന്ന് തിരിച്ചറിയണം. തെറ്റിദ്ധാരണകൾ മാറ്റാൻ തയ്യാറാവണം. പ്ലീസ്. ആന്റിയോട് എനിക്കോ അവിടെയുള്ളവർക്കോ ഒരു തരി പോലും ദേഷ്യമില്ല. സങ്കടം മാത്രമേ ഉള്ളൂ. ആന്റി അനുഭവിച്ച വേദന ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഇറങ്ങാം ആന്റി. നിക്ക്. വാചകടിച്ച് വലിയ ആളായിട്ടങ്ങ് പോയാലോ? എനിക്ക് പറയാനുള്ളത് കൂടി കേക്ക്. ആന്റി എത്ര പറഞ്ഞാലും കേൾക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ എന്ത് പറഞ്ഞാലും കേൾക്കുമെന്ന് കരുതരുത്. എന്ന് പറഞ്ഞ പറയാനുള്ളത് ആലോചിച്ച് പറയണം. നീ ആരോടാ നേർക്ക് നേരെ നിന്ന് സംസാരിക്കുന്നതെന്നറിയോ? സത്യം പറയുമ്പോ ആരുടെ മുന്നിലാണെന്ന് ശ്രദ്ധിക്കണ്ട ആന്റി. നീ പറയുന്നതൊക്കെ സത്യമാണെന്ന് സ്വയം അങ്ങ് തീരുമാനിച്ചാ മതിയോ? മതി ആന്റി. ഞാൻ പറയുന്നതിനെ കുറിച്ച് ഞാൻ തന്നെ ആദ്യം ഉറപ്പുവരുത്തേണ്ടത്. ആന്റിക്ക് ഇനിയും സമയമുണ്ട്. ഒന്നുകിൽ ആന്റി ചന്ദ്രോത്ത് വാ, അല്ലെങ്കിൽ ഞാനും നന്ദു അമ്മയും കൂടി ഇങ്ങോട്ട് വരാം. നമുക്ക് സംസാരിക്കാം. നിനക്ക് എന്താ ഇത്ര സംസാരിക്കാനുള്ളത്? ബാലുവാണ് തനുജയുടെ അച്ഛനെന്നോ? അത് തന്നെ പറഞ്ഞു പറഞ്ഞ് സത്യമാക്കുവാണ് അല്ലേടി? അത് പറഞ്ഞു സത്യമാക്കണ്ട ആന്റി. പറയാതെ തന്നെ സത്യമാ. അത് പൊതുജനങ്ങളും ഏറ്റു പറയുന്ന ദിവസം അടുത്തു വരിക. ഇനിയും ആന്റിക്ക് ചിന്തിക്കാൻ സമയമുണ്ട്. ആന്റിയുടെ സഹോദരനെ ഞങ്ങൾക്കെതിരെ പറഞ്ഞു വിട്ടാലും ബാങ്കുകാരെ സ്വാധീനിച്ച് ജപ്തി ചെയ്താലും എന്തൊക്കെ ചെയ്താലും ശരി, ഞാൻ പറഞ്ഞതാ വാസ്തവെന്ന് ഉടൻ തെളിയും. പിന്നെ തനൂജയെ ഞാൻ പറഞ്ഞയച്ച ഗുണ്ടകൾ ആക്രമിച്ചു എന്നുള്ള കാര്യം ഒരിക്കലും ഞാനത് ചെയ്യില്ല ആന്റി. കൊട്ടേഷൻ കൊടുത്ത ആളെ അയക്കാനുള്ള കാശോ സ്വാധീനോ ഒന്നും ഞങ്ങൾക്കില്ല. പിന്നെ ആരെയും ആക്രമിച്ച് ജയിക്കണമെന്ന് ചന്ദ്രോത്താർ ഒരിക്കലും ചിന്തിക്കൂല. മാഡം എന്നോട് കാണിക്കുന്ന ഈ സ്നേഹത്തില് എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ പറയാനുള്ളത് ഞാൻ പറയുക തന്നെ ചെയ്യും. മോള് പറയൂ. ദേവികയെ മാഡം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കി. അതുപോലെ എന്റെ അച്ഛൻ ബലരാമനാണെന്ന് പ്രഭാവതി പത്രസമ്മേളനം നടത്തി. അതിനെതിരെ മാഡം ഒന്നും പ്രതികരിച്ചില്ല. മാഡത്തിന് അറിയാവുന്ന ആളല്ലേ ബലരാമൻ സാറ്? മാഡം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടി വാദിക്കേണ്ടതല്ലായിരുന്നോ? മോളെ, ഇത് ഞാനും മോളും കൂടി ഇവിടെ ഇരുന്ന് സംസാരിക്കേണ്ട വിഷയമല്ല. മോളുടെ വിഷമം എനിക്കറിയാം. പക്ഷെ എന്ന് പറഞ്ഞ് പുറത്തുനിന്നുള്ള തോന്നലുകൾ വെച്ച് ഒരു തീരുമാനത്തിലെത്താൻ പാടില്ല. എന്ന് വെച്ചാ ബലരാമൻ സാറാണ് എന്റെ അച്ഛനെന്ന് മാഡം സമ്മതിക്കുവാണോ? മാഡം മന്ത്രിയാണ്. മന്ത്രിയോട് കയർത്ത് സംസാരിക്കാനൊന്നും പാടില്ല. പക്ഷെ ഞാൻ ഉള്ളതുപോലെ പറയുന്ന ആളാ. മാഡം ഈ കാണിക്കുന്നത് വഞ്ചനയാ. മാഡത്തോട് തന്നെ കാണിക്കുന്ന വഞ്ചന. മോളെ, ഞാൻ പറയുന്നതൊക്കെ സത്യമാണെന്ന് മാഡത്തിന് അറിയാം. പക്ഷെ ഒന്നും അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷെ മാഡത്തിന്റെ പോലീസും പാർട്ടിക്കാരും എല്ലാരും കൂടെ വന്നാലും ഞാൻ പേടിക്കില്ല. മോളെ, നിന്നെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. എന്നെ സമാധാനിപ്പിക്കാൻ ഒന്നും പറയണ്ട. മാഡം ഇപ്പൊ രക്ഷിച്ചില്ലേ എന്റെ ശത്രു ദേവിക. ഞാൻ അവളെ തോൽപ്പിക്കും. അത് കഴിഞ്ഞ് ഞാൻ മാഡത്തെ കാണാൻ വരും. മാഡം കാത്തിരുന്നോളൂ. തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം.